അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അത് വാങ്ങണം. വാങ്ങിയിട്ട് ഈ ചക്കയുടെ കൂടെ കഴിച്ചു കൊടുക്കാം. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മീനിൻ്റെ തലക്കറിയാണ്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മീൻ കറി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ കണ്ടു കമൻറ്റൊക്കെ ചെയ്തായിരുന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു മീനിൻ്റെ തലക്കറി. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തലക്കറിക്ക് വേണ്ട സാധനങ്ങൾ മുള്ളും തലയൊക്കെ ആയിട്ട് തലയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് വെച്ചാൽ പൂവ് ചെത്തി കളഞ്ഞു. പൂവ് നമുക്ക് ആവശ്യമില്ല. ആ സാധനം ഈ ഫുള്ളായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് പറിച്ച് കളയാൻ പറ്റാതെ വന്നത്. ഞാനത് പൊളിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കണയാണല്ലോ, അത് കാരണം പൊളിച്ചെടുത്തിട്ട് നമ്മുടെ പൂവ് എടുത്ത് കളഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് വേപ്പില ഇട്ട് കൊടുത്തു. ഇച്ചിരി ഉപ്പ് പൊടികളൊക്കെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മുളക് പൊടി നമ്മുടെ കാശ്മീരി മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാനും ഒരു ചെറിയൊരു വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും പൊടി ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ചുവന്നുള്ളി ഇട്ടു, ഒരു തക്കാളി ഇട്ടു, 4 കഷ്ണം പുളി ഇട്ടു, ഒരു ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേച്ച് ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ട് നമുക്കത് അടുപ്പത്തേക്ക് കയറ്റി വയ്ക്കാം. ആ തലക്കറി തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ശരിക്കും പറ്റി വരട്ടെ. അപ്പോൾ പുളി ഉപ്പൊക്കെ എല്ലാം പാകാവും. അപ്പോൾ പിന്നെ നമുക്ക് അന്നേരം അടിപൊളിയായിട്ട് എടുക്കാം. എല്ലാ സാധനവും നമ്മൾ പച്ചക്കറി, അതിനകത്ത് ഉലുവയും ഒക്കെ നമ്മൾ പൊടിച്ചാണ് ഇട്ടേണ്ടത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മീൻകറി നല്ല അടിപൊളിയാകും. തലക്കറി വന്നിട്ട് വേണം. ചക്ക ഒലത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ചക്ക ഒലത്തിയല്ല, ചക്ക എരിശ്ശേരി ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ചക്കയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ധൃതി അടിച്ചുണ്ടാക്കിയത്. ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. എത്രയും നേരത്തെ ഉണ്ടാക്കാനുള്ള ഇതേമാതിരി ചെയ്താൽ ഏറ്റവും നേരത്തെ നമുക്ക് തലക്കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അത് വാങ്ങണം. വാങ്ങിയിട്ട് ഈ ചക്കയുടെ കൂടെ കഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇതെങ്ങനെ എടുത്തിട്ടാണ് തലക്കറി ഗ്രേവിയോട് എൻ്റെ മുള്ളും സാധനങ്ങളൊക്കെ ഇത് കുറച്ച് തന്നെ ഇട്ടുക. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്നും. അടിപൊളി. അപ്പോൾ ഇതേമാതിരി പുട്ട് പോലെ വന്നിട്ടുണ്ട് മീനൊക്കെ. നല്ല ഉപ്പും മുളകും എല്ലാം നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാം. എളുപ്പ വഴിക്ക് ക്ലിയറുകയും ചെയ്യാം, ഒന്നിച്ചിട്ടുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഷാപ്പിലൊക്കെ വെക്കണമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ.